എൻ്റെ പേര് മുംതാസ്. കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത്. ഏകദേശം ഇപ്പോൾ ഇവിടെ വന്നിട്ട് 2 മാസം, ഇന്നലേക്ക് 2 മാസമായി. എനിക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ശരീരം ആകെ ചൊറിഞ്ഞ് പൊട്ടുമായിരുന്നു. പൊട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് പുറത്തേക്ക് വരും, എന്നാലും ചൊറിച്ചിൽ മാറില്ല. അത് ഫുള്ള് ശരീരത്തിന്, തല മുതൽ കാല് വരെ എല്ലാ ഭാഗത്തെയും ബാധിച്ചിരുന്നു. അങ്ങനെ 15 വർഷം ഏകദേശം ആയിട്ടുണ്ട്. തുടക്കത്തിൽ ഇത് അത്രയും കഠിനമായിട്ടുണ്ടായിരുന്നില്ല. മോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് ഇങ്ങനെ ചെവിയുടെ ബാക്കിൽ നിന്നാണ് ഈ ചൊറിച്ചിൽ തുടങ്ങിയത്. പിന്നെ അവിടെ നിന്ന് സ്കിന്നൊക്കെ ഇങ്ങനെ ഇളകി പോകാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് അബോർഷൻ ആവാതിരിക്കാൻ ഉപയോഗിച്ച മെഡിസിൻ്റെ അലർജി ആയിട്ടൊക്കെയാണെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ പ്രസവശേഷം സിസേറിയൻ ആയിരുന്നു. അത് കഴിഞ്ഞപ്പം ഇത് ബ്രസ്റ്റിലും എല്ലാ ഭാഗത്തങ്ങ് കൂടി വന്നു. കുട്ടിക്ക് പാലൊക്കെ കൊടുക്കുമ്പോൾ ആ ഭാഗത്തുനിന്ന് തൊലിയൊക്കെ ഇളകിപ്പോയിട്ട് ബ്ലീഡിങ് ആവുക. പിന്നെ ഭയങ്കര അടിയിൽ വസ്ത്രമൊന്നും ധരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരവസ്ഥ. അങ്ങനെ പിന്നെ അവിടുന്ന് ആയുർവേദത്തിൽ കാണിച്ചു. അപ്പം അവർ സോറിയാസിസ് ഫസ്റ്റ് സ്റ്റേജ് എന്ന രീതിയിലാണ് സംസാരിച്ചത്. സോറിയാസിസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പോലെയാണ് തോന്നണേന്നാണ് പറഞ്ഞത്. പക്ഷെ അത് അത്ര അങ്ങോട്ട് കാണുമ്പോൾ തോന്നില്ലായിരുന്നു. പിന്നെ ആയുർവേദം ചെയ്തു. പിന്നെ ചൂട് സമയമാകുമ്പോൾ, നല്ല തണുപ്പുള്ള സമയമാകുമ്പോൾ ഇത് നന്നായിട്ട് കൂടും. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ പറ്റുമ്പോൾ അല്പം കുറയും. അതിനിടയിൽ എൻ്റെ ഭക്ഷണങ്ങളെല്ലാം നിയന്ത്രിക്കപ്പെട്ടു. എന്ന് വെച്ചാൽ മുട്ട, അതുപോലെ തന്നെ ചിക്കൻ, ബീഫ് പോലുള്ള ചെമ്മീൻ, അങ്ങനെയുള്ള ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. അതൊക്കെ കഴിക്കുന്ന സമയത്ത് എനിക്ക് ചൊറിച്ചിൽ വരും. അതുപോലെ കുറച്ച് ടെൻഷനാവുക, കാലാവസ്ഥകൾ മാറി മാറി വരിക, അപ്പോൾ ഇങ്ങനെ ചൊറിച്ചിൽ വരിക. അപ്പം എനിക്ക് ഒരു ഓയിൽമെൻറ്റ് ഉണ്ടായിരുന്നു, അത് പരട്ടുമ്പം ഇത് പെട്ടെന്ന് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ അത് പരട്ടിയും പിന്നെ ഓയിലുകൾ പരട്ടി അങ്ങനെ കൊണ്ട് നടന്നിരുന്നു. അതിനിടയിൽ എനിക്ക് കിഡ്നി സ്റ്റോൺ വന്നു. അങ്ങനെ ഹോമിയോയിൽ പോയി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അവരോട് ഈ വിവരം പറഞ്ഞപ്പോൾ അവരും ഹോമിയോ മെഡിസിൻ ഇതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറേ നാൾ ഞാൻ ഹോമിയോ മെഡിസിൻ കഴിച്ചു. പിന്നെ അലോപ്പതിയിലേക്ക് അപ്പോൾ പോയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഏകദേശം ഈ കൊറോണയിലാണ് എനിക്ക് സെക്കൻഡ് പ്രഗ്നൻസി. അപ്പോഴേക്കും മോനിക്ക് 13 വയസ്സായിട്ടുണ്ടായിരുന്നു. ആ പ്രഗ്നൻസി ടൈമിൽ തിരിച്ച് ചെറിയ തോതിൽ ഇത് കൂടി വരാൻ തുടങ്ങി. പ്രസവം കഴിഞ്ഞ് അതും സിസേറിയനായിരുന്നു. അതിനിടയിൽ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അനസ്തേഷ്യ കുറച്ച് ഡോസ് കൂടിയിട്ടുള്ള പ്രോബ്ലം ഉണ്ടായിരുന്നു. എല്ലാം കൂടി ആയപ്പം പ്രസവം കഴിഞ്ഞിട്ട് പിന്നെ കാണാൻ പറ്റാത്ത രീതിയിൽ ഇത് ഫുള്ള് മേല് ചൊറിഞ്ഞ് മാറ്റി പൊട്ടി ഏകദേശം സ്കിന്നിൻ്റെ മുകളിലുള്ള ലെയറൊക്കെ പോയി കാണും. അത്ര അങ്ങ് ബുദ്ധിമുട്ടിലായി. അങ്ങനെ ഞങ്ങൾ അലോപ്പതി കാണാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു വലിയ ഹോസ്പിറ്റലിൽ പോയി ഒരു വലിയ എമൗണ്ടിൻ്റെ തന്നെ വലിയൊരു ടെസ്റ്റ്, ഫുൾ ടെസ്റ്റ് ബ്ലഡിലും എല്ലാത്തിലും സ്കിൻ ബയോപ്സി വരെ ചെയ്തു. അപ്പം അതിൽ നിന്നാണ് അത് സോറിയാസിസ് ആണ്, ഫസ്റ്റ് സ്റ്റേജ് കടന്നു പോയിട്ടുണ്ട്. അപ്പം അവിടുത്തെ സാർമാർ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെഡിസിൻ ഇത്തിരി ഡോസ് ഉള്ളതാണ്, കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പിന്നെ തിരിച്ച് ഞാൻ താൽക്കാലിക സമാധാനത്തിന് വേണ്ടിയിട്ട് വീണ്ടും ഹോമിയോ ആയുർവേദമൊക്കെ ആയിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളം തള്ളി നീക്കി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു വാവയ്ക്ക് ഒരു 2 വയസ്സ് വരെ, അത് കഴിഞ്ഞപ്പോൾ തിരിച്ചമൃത്ത് അലോപ്പതിയിലേക്ക് ചെന്നു. അപ്പോൾ അവരെനിക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. മെഡിസിൻ തരുമ്പോൾ അവർ പറഞ്ഞിരുന്നു ഇതിന് നല്ല സൈഡ് എഫക്റ്റ് ഉണ്ട്, എല്ലാ മാസവും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കിഡ്നിയുടെയും ലിവറിൻ്റെയും ഫങ്ഷൻ നോക്കണം, എന്നിട്ട് വേണം മെഡിസിൻ. വെച്ചാൽ അത്രയും ഡോസുള്ള മെഡിസിനാണ് അവരെനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ആ മെഡിസിൻ ഞാൻ കഴിച്ച് കഴിയുമ്പം പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രാത്രിയൊന്നും ഉറക്കം വരില്ല, ഭയങ്കര വിശപ്പാണ്, ഒരു എരിച്ചിലും പുകച്ചിലും. പിന്നെ പകലൊന്നും ഉണ്ണിനെ നോക്കാനൊന്നും എനിക്ക് വയ്യ, ക്ഷീണം, കിടക്കണം, തളർച്ച. പക്ഷെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ചെറിയൊരു കുറവ് കണ്ടു. അത് ഞാൻ എൻ്റെ കയ്യിലുള്ള ഓയിൽമെൻറ്റ് കൂടി ഉപയോഗിച്ചത് കൊണ്ടാകാം, അറിയില്ല. അങ്ങനെ ഞാൻ ഓയിൽമെൻറ്റ് ഉപയോഗിക്കൽ നിർത്തി കഴിഞ്ഞപ്പം പിന്നെ മെഡിസിൻ അവർ 10 ഡോസ്, പിന്നെ അത് 20 ആക്കി, 40 ആക്കി, അത് 2 ടൈമാക്കി. 6 മാസം ഏകദേശം അലോപ്പതി മെഡിസിനിൽ നിന്നപ്പോഴേക്കും ഞാൻ ആകെ തളർന്നു, വയ്യാതെയായി. പക്ഷേ ഇതൊട്ട് കൺട്രോളായില്ല. ഇത് കാലാവസ്ഥ മാറണതിനനുസരിച്ച് കൂടി വന്നു. അങ്ങനെ അവർ തന്നെ പറഞ്ഞു
മെഡിസിൻ കൊണ്ട് ഇത് കൺട്രോൾ ആവുന്നില്ല. നമുക്ക് ഇനിയൊരു ഓപ്ഷൻ ഉള്ളത് ഫോട്ടോതെറാപ്പിയാണ്. അപ്പം മെഡിസിൻ ഒന്നും കഴിക്കേണ്ട, ആഴ്ചയിൽ 3 പ്രാവശ്യമായിട്ട് നിങ്ങളൊരു 30 തവണയെങ്കിലും സ്റ്റാർട്ടിങ് ചെയ്യണം. പിന്നെ അത് കുറച്ച് കൊണ്ടുവരാം. സീസൺ കാലാവസ്ഥ ഒക്കെ മാറുമ്പോൾ അത് അടുപ്പിച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഓപ്ഷനാണ് ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകുന്നതാണ്. അവിടെ നിന്ന് വീട്ടിൽ വന്നപ്പം പിന്നെ ഫോട്ടോതെറാപ്പി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് അറിയില്ലത് എന്താണെന്നുള്ളതൊക്കെ എല്ലാവർക്കും ഒരു ഭയം തോന്നിയിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു ഇനി എനിക്കൊന്നും ട്രൈ ചെയ്യാനില്ല. എൻ്റെ ഇത്രയും വർഷത്തിനിടയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ നാച്ചുറോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി, പലോപ്പതി ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് വേറൊന്നും ചെയ്യാനില്ല. എനിക്കൊരു മെഡിസിൻ കഴിക്കാനും കഴിയൂല. അല്ലാതെ എന്തെങ്കിലും പറ്റിയാൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോട്ടെ. അങ്ങനെ മാനസികമായിട്ട് അപ്പോഴേക്കും ഞാൻ ആകെ തകർന്നു. ഇളയ വാവ ആയല്ലോ എന്നുള്ള വിഷമവും ഇനി അങ്ങനെ പറയാൻ കഴിയാത്തൊരു വിഷമത്തിലേക്ക് ആണ് പോയത്. ആ സമയത്താണ് എൻ്റെ ബന്ധത്തിൽ ഒരു കുഞ്ഞമ്മ പറഞ്ഞു, ഇങ്ങനെ അക്യുപഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അത് നമുക്ക് ചെയ്ത് നോക്കാം, മെഡിസിനൊന്നും കഴിക്കേണ്ടി വരില്ല. അപ്പം അതിനിടയിൽ എനിക്ക് തൈറോയിഡും വന്നു. അപ്പോൾ അതിൻ്റെ മെഡിസിൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്യുപഞ്ചറിന് അത് ഒരു സിംഗിൾ നീഡിലാണ്, അത് നമുക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ അക്യുപഞ്ചറിന് പോയി. സിംഗിൾ നീഡ് ആഴ്ചയിൽ 1 ദിവസം. പക്ഷേ അവിടെ വന്നൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ തൈറോയിഡിൻ്റെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഏകദേശം 1 മാസത്തോളം ഫുഡൊക്കെ ഫുള്ള് കൺട്രോൾ ചെയ്ത് വേവിക്കാത്ത ഭക്ഷണം കഴിക്കലും രാത്രിയിൽ ഭക്ഷണം ഒഴിവാക്കിയും അങ്ങനെ ഒരുപാട് 1 മാസക്കാലം ഞാനത് ചെയ്തു. പക്ഷെ അതിൽ എനിക്ക് തൈറോയിഡിൻ്റെ ഗുളിക സ്റ്റോപ്പ് ചെയ്തപ്പം എനിക്കെന്തോ ബുദ്ധിമുട്ടാകെ പ്രശ്നമായി. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം തൈറോയിഡ് 0 ആയി, പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ തിരിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് തൈറോയിഡിൻ്റെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് അതോടുകൂടി എനിക്ക് ആ സിംഗിൾ നീഡൽ അക്യുപഞ്ചർ തുടരാൻ പറ്റാതെയായി. കാരണം മെഡിസിൻ കഴിക്കുമ്പം അവരത് ചെയ്യില്ല. അങ്ങനെ ഇരിക്കലെയാണ് എൻ്റെ നൈബറായിട്ടൊരുത്ത വന്നിട്ട് പറഞ്ഞത്, നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ അക്യുപഞ്ചറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പം അവിടെ മെഡിസിൻ ഒഴിവാക്കണ്ട, നമുക്ക് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മെഡിസിനും നമുക്ക് ഉപയോഗിച്ചു കൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടരാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു 1.5 മാസം അത് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ എനിക്കത് തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്ന് ഒരാഗ്രഹം. മെഡിസിനിലേക്ക് തന്നെ ഇതിനായിട്ട് കഴിക്കണ്ടല്ലോ എന്നുള്ളൊരാശ്വാസത്തിലാണ് ഞാൻ നമ്മുടെ നഗർ ഇതിലേക്ക് വന്നത്. ഇവിടെ വന്നപ്പം പിന്നെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ മൊത്തം എൻ്റെ ശരീരത്തെല്ലാം നോക്കി. അപ്പം തന്നെ അവർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത്രയും വർഷമായി, ഇത്രയും ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ഡോക്ടേഴ്സും പറയും നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. പിന്നെ ഈ ഒരു സ്കിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് മാറ്റിക്കളയാൻ പറ്റില്ല. ഇതിനെ ജസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ട്രിഗറിങ് ഫാക്ടേഴ്സ് വന്നാൽ, അതായത് കാലാവസ്ഥ ചേഞ്ച് ആവുക, ചില ഭക്ഷണം പറ്റാതിരിക്കുക, ചില മെഡിസിൻ പറ്റാതിരിക്കുക, ഓവർ ടെൻഷൻ വരിക, അപ്പോൾ തിരിച്ചു വരാനും സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് മെഡിസിൻസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാമെന്നാണ് എല്ലാ ഡോക്ടേഴ്സും പറയാറ്. പക്ഷെ ഞാനിവിടെ വന്നപ്പം പിന്നെ ഡോക്ടറോട് ഞാൻ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് അതിനെന്താ നമുക്കിത് മാറ്റിയെടുക്കാമെന്നാണ് പറഞ്ഞത്, കൺട്രോൾ ചെയ്യാമെന്നല്ല. അപ്പം പിന്നെ എനിക്ക് സംശയമായി, ഡോക്ടർക്ക് ഇനിയിപ്പം ഈ ഒരു അസുഖത്തെക്കുറിച്ച് ശരിക്കും അറിയാതെയാണോ എന്നുള്ളൊരു സംശയമായി. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ റിസൾട്ടൊക്കെ ഉണ്ട്, ഇത് ഇങ്ങനെ സോറിയാസിസ് ആണ്, ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇതുവരെ എല്ലാ ഡോക്ടേഴ്സും എന്നോട് പറഞ്ഞിരിക്കുന്നത്. എനിക്കും അറിയാം അത് അങ്ങനെ തന്നെ കഴിയുള്ളൂ എന്ന്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ ഭയങ്കര, അപ്പം ഞാൻ വിചാരിച്ച ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ പറയണതായിരിക്കും. എന്നാലും മനസ്സിലത്ര എനിക്ക് നോക്കാം, ഡോക്ടർ പറഞ്ഞതല്ലേ എന്നുള്ളൊരു ഇത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അപ്പം മുതൽ തന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ 2-3 ആഴ്ച വളരെ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. കാരണം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം ഇത് പിന്നെയും കൂടാൻ തുടങ്ങി. അവിടെ നിന്ന് അപ്പം എനിക്കും ബുദ്ധിമുട്ട്, ഞാനും കരച്ചിലൊക്കെ ആയിട്ടാണ് വരുന്നത്. ചൊറിച്ചിലിനൊരു കുറവില്ല, ചൊറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ പിന്നെ എന്താവും, എന്തായാലും പറ്റണ പോലെ നോക്കാം. പിന്നെ ഒരാഴ്ചയും കൂടി ഒന്ന് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചൊറിച്ചിൽ അങ്ങോട്ട് പൂർണ്ണമായിട്ടും നിന്നു.
ചൊറിച്ചിൽ നിൽക്കുന്നതിനനുസരിച്ച് പിന്നെ പൊട്ടലും ചോര വരലും അങ്ങ് കുറഞ്ഞ് പിന്നെ അവിടുന്ന് ഒരാഴ്ചയും കൂടി എടുത്ത് കഴിഞ്ഞപ്പോൾ കുറേശ്ശെ ഇത് മങ്ങാൻ തുടങ്ങി. അപ്പം പിന്നെ ഡോക്ടർക്ക് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഡോക്ടർ അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് നമുക്കിത് ശരിയാക്കി തന്നെ എടുക്കാം. അപ്പം അപ്പോഴാണ് എനിക്ക് മനസ്സിലേക്ക് ഇതിനൊരു ഒരു ശമനം വരും എന്തായാലും എന്നായി. അപ്പം ഞാൻ ഡോക്ടറുടെ 3 മാസം തുടർച്ചയായിട്ട് നമുക്കിത് ചെയ്യാം, 1 കൊല്ലത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു വരാതിരുന്നാൽ മതി, അത്രയും ടൈം ഡോക്ടർക്ക് ഉണ്ട്, ഞാൻ അത്രയും ശ്രമിക്കാൻ ഞാൻ തയ്യാറാണ്. പിന്നെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്, ഒരുപാട് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഒന്നിച്ച് എന്നെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു 2 മാസത്തിനുള്ളിൽ ഇത്രയും റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നെ കണ്ടാൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള ആളാണെന്നേ പറയില്ല. അതിപ്പോൾ മുമ്പും ഞാൻ ഓയിൽമെൻറ്റ് പറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കും അങ്ങനെ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഓയിൽമെൻറ്റ് പറ്റുകയോ ഉള്ളിലേക്ക് എന്തെങ്കിലും മെഡിസിൻ കഴിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ എൻ്റെ മേലിൽ ഇതൊന്നും ഇപ്പോൾ കാണാൻ സാധിക്കില്ല. ചെറുതായിട്ട് ഇങ്ങനെ പാടുകൾ മാത്രമേ ഉള്ളൂ, പാടുകൾ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ദിവസം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല, അല്ലെങ്കിൽ പറ്റാത്ത എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു പോയി ടെൻഷനായി പോയാൽ ഫസ്റ്റ് തന്നെ ഫേസിൽ ഇത് വരുമായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നമ്മൾ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഫേസിൽ വന്നിട്ടില്ല. ഫേസിൽ വരലും ചെവിയുടെ ബാക്കിൽ വരലും സ്റ്റോപ്പായി. അതാണ് മെയിനായിട്ടുള്ള ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്ലേസ്. അവിടെ തന്നെ സ്റ്റോപ്പായപ്പം പിന്നെ നമുക്ക് സമാധാനമായി. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് കൺട്രോൾ ഞങ്ങൾ വെച്ചിരുന്നു. അപ്പം ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നോൺ വെജും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ മതിയാവും എന്നൊക്കെ ഒരു തീരുമാനത്തിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയിൽ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു. അതിനിടയിൽ പെട്ടിട്ട് ഞങ്ങൾ ഫുള്ള് ട്രീറ്റ്മെൻറ്റൊക്കെ നിർത്തി. എന്താ പറയുക, ഇട്ട വസ്ത്രം തന്നെ മാറ്റി വേറൊരു വസ്ത്രം ഇടാനൊന്നും എനിക്ക് പറ്റാത്ത രീതിയിൽ ഞാൻ ഹോസ്പിറ്റലിൽ പെട്ടുപോയി. അവിടെ കിട്ടുന്ന ഭക്ഷണം, കൊണ്ടുവരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് അതിൽ ചിക്കനും മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് വരുമ്പം ആദ്യത്തെ പോലെ ചൊറിഞ്ഞൊക്കെ പൊട്ടി ആകെ പ്രശ്നം. നോർമലി എനിക്ക് അങ്ങനെയാണ് സംഭവിക്കാറ്. പക്ഷേ അൽഹംദുലില്ലാ ഇതുവരെയും ഇപ്പം ഒരു കഴിഞ്ഞ ആഴ്ച ആ ഒരു വെക്കേഷനായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ എനിക്കുണ്ടായില്ല. അത്രയും ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല, ഓയിലൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും എനിക്കത് തിരിച്ചൊരു ചൊറിച്ചിലോ ബുദ്ധിമുട്ടോ വന്നിട്ടില്ല. ഇതാണ് ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. എന്നാലും ട്രീറ്റ്മെൻറ്റ് നിർത്തുന്നില്ല, കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് എല്ലാ ഭക്ഷണവും കഴിക്കാവുന്ന ഒരു രീതിയിലേക്ക് മാറ്റാൻ ഡോക്ടർ റെഡിയാണ്. അതാണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഡോക്ടർ നമുക്കൊരു വിശ്വാസം തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് അത് വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മൾ അത് വിശ്വസിച്ചേ തീരും. നമ്മൾ കോപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ കുറച്ച് ക്ഷമിക്കണം, സഹിക്കണം, കൂടെ നിൽക്കുക. അപ്പം പിന്നെ ഡോക്ടേഴ്സിന് അത് നമ്മളെ എളുപ്പത്തിൽ മാറ്റി എടുക്കാൻ നമുക്ക് പറ്റും. നമ്മൾ ഇടയിൽ വെച്ച് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇത്തിരി എനിക്ക് സ്കിന്നിൽ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പം ഭയങ്കര പെയിനാണ്. അപ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. വീട്ടിൽ ചെന്ന് കാണുമ്പോൾ അവരും പറയും വേണ്ട ഇത്രയും വേദന സഹിച്ചിട്ട് എന്നൊക്കെ പറയാം. പക്ഷെ നമുക്ക് ആ ചൊറിച്ചിൽ കുറഞ്ഞോടുകൂടി എനിക്ക് തോന്നി പെയിനൊന്നും കുഴപ്പമില്ല, ചൊറിച്ചിലാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം. അപ്പം നമ്മൾ വീണ്ടും വരും. അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് സഹിക്കാനും ക്ഷമിക്കാനും ആ ഡോക്ടർ പറയുന്നതിൽ വിശ്വസിച്ച് അവർക്കൊപ്പം നിൽക്കാൻ തയ്യാറാണെങ്കിൽ സോറിയാസിസ് അല്ല, അതിന് മേലെ വരുന്ന എന്ത് വലിയ ബുദ്ധിമുട്ടായാലും നമുക്ക് തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കാൻ പറ്റും, മാറും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ നിങ്ങൾക്കുണ്ടാവട്ടെ. താങ്ക് യു.